ഒന്നാംഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. തിരുവനന്തപുരം മുതൽ കൊച്ചി വരെ 7 ജില്ലകളിൽ കൊട്ടിക്കലാശം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നണികൾ നേരിടുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ. ഗോവയിലെ അർമോറ ക്ലബ്ബിൽ വൻ അഗ്നിബാധ. 3 വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 23 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ ഏറെയും ക്ലബ്ബിലെ ജീവനക്കാർ. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം. കൊല്ലം കുരിപ്പുഴയിൽ തീപിടുത്തം. കായലിൽ കെട്ടിനിർത്തിയിരുന്ന 10ഓളം ബോട്ടുകൾ കത്തിനശിച്ചു. വിമാനയാത്രക്കാരെ വട്ടം ചുറ്റിച്ച ഇൻഡിഗോ വിമാന കമ്പനിക്കെതിരെ കടുത്ത നടപടിയെന്ന് സൂചന. വ്യോമയാന നിയമനങ്ങൾ ലംഘിക്കപ്പെട്ടെന്നും ആസൂത്രണത്തിലും ഉപയോഗത്തിലും വീഴ്ചയുണ്ടായെന്നും ചൂണ്ടിക്കാട്ടി സിഇഒയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. ഇന്ന് മറുപടി നൽകണം. ഇന്നും വിമാന സർവീസുകൾ റദ്ദാക്കും. നടിയെ ആക്രമിച്ച കേസിൽ വിധി നാളെ. പൾസർ സുനി, നടൻ ദിലീപ് എന്നിവരടക്കം 10 പ്രതികളും കോടതിയിൽ ഹാജരാകും. വിധി പറയുന്നത് 8 വർഷം നീണ്ട വിചാരണയ്ക്ക് ഒടുവിൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിന് തോൽവി, ലിവർപൂളിന് സമനില. സണ്ടർലാൻഡിനെ എതിരില്ലാത്ത 3 ഗോളിന് തകർത്ത് മാഞ്ചസ്റ്റർ സിറ്റി പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്ത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 3ാം ഏകദിനത്തിൽ സൂപ്പർ വിജയത്തോടെ പരമ്പര സ്വന്തമാക്കി ഇന്ത്യ.